വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെണ്ടയ്ക്ക എടുത്തിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ചീനിച്ചട്ടിയോ ഉരുളിയോ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒന്നുകിൽ കടുക് വറുത്തിട്ട് ഈ വെണ്ടയ്ക്കായ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനിവിടെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിനകത്തിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. വെണ്ടയ്ക്ക നമ്മൾ ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകി അതിന് വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് ഒട്ടും വെള്ളമില്ലാതെ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കിളുകളൊക്കെ മാറി കിട്ടും. നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരണം, അതിലൊന്ന് ചൊങ്ങി നമുക്ക് വരും. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയിൽ ജീരകപ്പൊടിയോ ഇട്ട് വെള്ളം കുറച്ച് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒന്നുകിൽ ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെണ്ടയ്ക്ക് മൂപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് കടുക് ഒന്നുകിൽ സെപ്പറേറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. തേങ്ങയുടെയും കടുകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാൻ തണുക്കാനായിട്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും.